വോയിസ് ഓഫ് അഭിജിത്ത് എൻ്റെ ചാനലിൽ ഇന്ന് പൂച്ചയെക്കുറിച്ചുള്ള വിവരണമാണ്. 2004 സൈപ്രസിൽ ഒരു മനുഷ്യനും പൂച്ചയും അടുത്തടുത്ത് കിടക്കുന്ന ഒരു കുഴിമാടം ഗവേഷകർ കണ്ടെടുക്കുകയുണ്ടായി. ഈ കുഴിമാടത്തിന് ഉദ്ദേശം 9500 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അവരുടെ അനുമാനം. ഇതിൽ നിന്ന് മനുഷ്യനും പൂച്ചയും ഒന്നിച്ച് കഴിയാൻ തുടങ്ങിയ കാലഘട്ടം ഇതുവരെ കരുതിയിരുന്നതിലും വളരെ മുന്നെയാണെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ 14 മുതൽ 20 വർഷം വരെ ജീവിക്കും. 36-ാം വയസ്സുവരെ ജീവിച്ച ഒരു പൂച്ചയ്ക്കാണ് ഏറ്റവും പ്രായമേറിയ പൂച്ചയായി കരുതപ്പെടുന്നത്. പുറത്തെങ്ങും വിടാതെ വളർത്തുന്ന പൂച്ചകൾക്ക് ആയുസ് കൂടുതലായിരിക്കും. മറ്റ് പൂച്ചകളുമായി വഴക്കും അതുമൂലമുണ്ടാകുന്ന അസുഖങ്ങളും ഒന്നുമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് അത്. വന്ധ്യവത്കരിച്ച പൂച്ചകൾക്ക് ആയുസ് മറ്റു പൂച്ചകളേക്കാൾ കൂടുതലായിരിക്കും. മറ്റു വീട്ടുമൃഗങ്ങളെപ്പോലെ പൂച്ചകളും മനുഷ്യനുമായി വളരെ ഇണങ്ങിച്ചേർന്നാണ് ജീവിക്കുക. കാട്ടുപൂച്ചകളോട് പൊരുതി നിന്ന ഒരു കാലത്ത് അവരെ മെരുക്കി വീട്ടുമൃഗങ്ങളാക്കാൻ പെട്ട പ്രയാസങ്ങൾ അവ ഇന്ന് മനുഷ്യർക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ നിസാരമെന്ന് പറയേണ്ടി വരും. പൂച്ചകളെപ്പോലെ തന്നെ വീട്ടിലെ എലികളെയും മറ്റ് കീടങ്ങളെയും കൊല്ലുന്നതിൽ പട്ടികളും മനുഷ്യരെ സഹായിക്കുമെങ്കിലും വീട്ടിലുള്ള ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കട്ടുതിന്നുന്ന ഒരു സ്വഭാവം പൂച്ചയ്ക്ക് ഇല്ലാത്തതിനാൽ പൂച്ചകളെയാണ് വീട്ടിനുള്ളിൽ വളർത്താൻ കൂടുതൽ അഭികാമ്യം. മനുഷ്യർ പല രീതിയിലാണ് പൂച്ചകളുമായി ഇടപഴകുക. വീട്ടിൽ പൂച്ചകളെ വളർത്തുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് ചിലർ. അധികം ഗൗരവമില്ലാതെ കാണുമെങ്കിലും ചിലർ അവയെ സ്വന്തം മക്കളെപ്പോലെ താലോലിക്കുകയും പൂച്ചകളുടെ ശരീരവലിപ്പം വളരെ കുറവായതിനാൽ മുതിർന്ന ഒരു മനുഷ്യന് പൂച്ച യാതൊരു രീതിയിലും അപകടമുണ്ടാക്കില്ല. പൂച്ചകളുടെ മാന്തലിൽ നിന്നുള്ള മുറിവുകളോ പൂച്ചയുടെ കടിമൂലം പേവിഷമേൽക്കുന്നതോ പൂച്ചകളിൽ നിന്ന് മനുഷ്യനുണ്ടാക്കുന്ന വെല്ലുവിളികൾ ഇവയൊക്കെയാണ്. തെളിഞ്ഞ കണ്ണുകൾ, ഈർപ്പമുള്ള മൂക്ക്, വൃത്തിയുള്ള ചെവി, പിങ്ക് നിറത്തിലുള്ള മോണകളും വൃത്തിയും മിനുസമുള്ള ചർമ്മം എന്നിവയാണ് ആരോഗ്യമുള്ള പൂച്ചയുടെ ലക്ഷണങ്ങൾ. നായകൾക്ക് എടുക്കുന്നത് പോലെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് പൂച്ചയ്ക്ക് എടുക്കേണ്ടതാണ്. മൂക്കൊലിപ്പ്, ജലദോഷം എന്നിവ ക്യാറ്റ് ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങളാണ്. ഭക്ഷണത്തോടുള്ള വിരക്തി, പനി, ഛർദി, വയറിളക്കം എന്നിവ ഫെലൈൻ ഇൻസേഷ്യസ് എൻറ്ററൈറ്റൈസിൻ്റെ ലക്ഷണങ്ങളാണ്. മൂക്കിൻ്റെ അഗ്രത്തിലും ചെവിയുടെ അഗ്രത്തിലും ചെറിച്ചിൽ, രോമം കൊഴിഞ്ഞുപോക്ക് എന്നിവ മെയിഞ്ച് രോഗത്തിൻ്റെയോ ഫംഗസ് ബാധയുടേതോ ആകാം. ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പൂച്ചയുടെ രോമങ്ങളോടും ഉമിനീരിനോടും ഉള്ള അലർജി കാരണമാണ് അധികം ആളുകളും പൂച്ചകളെ ഇഷ്ടപ്പെടാത്തത്. ത്വക്കിൻ പുറത്തുണ്ടാകുന്ന അലർജി, ആസ്മ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർക്ക് പൊതുവെ പൂച്ചകളോട് അലർജി ഉണ്ടായിരിക്കുമെങ്കിലും തൻ്റെ വീട്ടിലും വളർത്തുന്ന പൂച്ചകളുമായി ഇണങ്ങി വസിക്കാൻ കഴിയാറുണ്ട്. ഇത് എല്ലായ്പ്പോഴും സംഭവിക്കണമെന്നില്ലാത്തതിനാൽ പൂച്ചകളെ അത്തരം അസുഖമുള്ളവർ വീട്ടിൽ വളർത്താതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരം അലർജി ഉണ്ടായിട്ട് പോലും പൂച്ചകളോടുള്ള സ്നേഹം മൂത്ത് അവരെ വളർത്തുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ അലർജിക്ക് മരുന്ന് കഴിച്ചും പൂച്ചകളെ സ്ഥിരമായി കുളിപ്പിച്ച് വൃത്തിയാക്കുകയും ഒക്കെയാണ് തങ്ങളുടെ അലർജിയോട് പൊരുതുന്നത്. ആഴ്ചയിലൊരിക്കൽ കുളിപ്പിച്ചാൽ വീട്ടിനകത്തെ പൂച്ചകളുടെ 90% മുടികൊഴിച്ചിൽ ഇല്ലാതെയാക്കാം. അലർജി ഉണ്ടാക്കാത്ത തരം പൂച്ചകളെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. പട്ടികളെപ്പോലെ ചാടാനും മറ്റുമുള്ള അഭ്യാസമുറകൾ പൂച്ചകളെ പഠിപ്പിക്കാൻ ചിലർ ശ്രമിച്ചു കാണാറുണ്ട്. ചില പൂച്ചകൾ ഇങ്ങനെയുള്ള ചില അഭ്യാസങ്ങൾ പഠിക്കാറുമുണ്ട്. പഠിപ്പിക്കുന്നയാളിന് ക്ഷമ ഉണ്ടെങ്കിൽ ഇരിക്കുക, നിൽക്കുക, ഭക്ഷണം കഴിക്കാൻ വരിക എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ
അനുസരിക്കാൻ പൂച്ചകളെ പഠിപ്പിക്കാൻ കഴിയും. ശരീരം മുഴുവൻ കറുത്ത് നെഞ്ചു മാത്രം വെളുത്ത തരം പൂച്ചയാണ് ബൈ കളർ അല്ലെങ്കിൽ ടക്സീഡോ പൂച്ചകൾ. ഇവയുടെ മുഖത്തും കാലിലും ഒക്കെ ചില അടയാളങ്ങളും ഉണ്ടാകും. വാലിലും ചെവി ഉൾപ്പെടെയുള്ള തലയുടെ ഭാഗത്തും നിറമുള്ള വെളുത്ത പൂച്ചയാണ് വാൻ. ഈ പൂച്ചകൾക്ക് ജന്മം നൽകിയ നാടായ ടർക്കിയിലെ വാൻ തടാകത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. ശരീരത്തിലുള്ള വെള്ള നിറത്തിൻ്റെ അനുപാതമനുസരിച്ച് മറ്റ് പല പേരുകളും ഉണ്ട്. വോയിസ് ഓഫ് അഭിജിത്ത് എന്ന എൻ്റെ ചാനലിൽ വ്യത്യസ്തമായ ഇതുപോലത്തെ ഒരുപാട് ചരിത്രങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.